എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫെബ്രുവരി 2024 6 മുതൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നേ ഉള്ള ഒരു ഭാഗം നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 6 മുതൽ 10 വരെയുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു ഭാഗം ചെയ്തിരുന്നു, പാർട്ട് 1. അത് ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 6 തൊട്ട് 10 വരെയുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതോടൊപ്പം ഇതും കൂടി നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ 5 ദിവസം കൂടുമ്പോഴുള്ള ഭാഗങ്ങളാണ് നമ്മളിത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇന്നത്തെ, അതായത് ഫെബ്രുവരി 6 മുതൽ 10 വരെയുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചോദ്യമുണ്ട്. നമുക്ക് ആ ചോദ്യം നോക്കാം. യൂണിയൻ കൾച്ചറൽ മിനിസ്റ്റർ ജി കിഷൻ റെഡ്ഡി recently laid the foundation stone for the country's digital national museum of epigraphy at dash. അതായത് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ജി കിഷൻ റെഡ്ഡി ഈയിടെ രാജ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി തറക്കല്ലിട്ടു. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഈ ജി കിഷൻ റെഡ്ഡിനെ എല്ലാവർക്കും അറിയാം, യൂണിയൻ കൾച്ചർ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ മൂപ്പര് മുന്നേ സഹമന്ത്രിയായിരുന്നു. മൂപ്പര് തെലുങ്കാന MP കൂടിയാണെന്ന് നോക്കുക. അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു. സോളാർ മ്യൂസിയം ഹൈദരാബാദിലാണെന്ന് നോക്കുക. അവിടെയാണ് ഈ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പി തറക്കല്ലിട്ടതെന്നും കൂടി നോക്കുക. അടുത്ത ചോദ്യം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് ONGC സീ സർവൈവൽ സെൻറ്റർ ഇൻ ഡാഷ്. നരേന്ദ്രമോദി ഈ അടുത്ത് ONGCയുടെ സീ സർവൈവൽ, അതായത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ടൊരു സെൻറ്റർ സ്ഥാപിച്ചു. അത് എവിടെയാണെന്നാണ്, ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് എവിടെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗോവ. India has announced that it will fence which border for security purpose. അതായത് ഇന്ത്യ ഈ അടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി, അത് നമ്മളും വേറൊരു രാജ്യവും തമ്മിലുള്ള ഒരു അതിർത്തി ഒരു സെക്യൂരിറ്റീൻ്റെ ഇഷ്യൂ കാരണം ഫുള്ളായിട്ട് ഫെൻസ് ചെയ്യുന്നുള്ളത്. അത് ഏത് രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ടാണ് ഇന്ത്യ അത് ചെയ്യുന്നുള്ളത് പറഞ്ഞത്. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് മ്യാൻമാർ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് നേപ്പാൾ, ഓപ്ഷൻ ഡി ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് മ്യാൻമാർ എന്നാണ് നോക്കുക. ഇതാണ് നമുക്കറിയാം, ഈ കാണുന്ന അതിർത്തി, ഇതാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ. ഇത് മ്യാൻമാർ, ഇത് ഇന്ത്യൻ്റെ നാഗാലാൻഡ്, അതുപോലെ തന്നെ ആസാമൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗം കൂടെ ഉള്ള അതിർത്തിയിലാണ് ഇവർ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ മ്യാൻമാറിനെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗം ഇന്ത്യ ചെയ്തു. പഴയ പേരാണ് അല്ലെങ്കിൽ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഹമ്മദ് അവദ് ബിൻ ബാറക്, ഓപ്ഷൻ ബി ഒൽസാഹസ് ബെക്തെനോവ്, ഓപ്ഷൻ സി അഹമ്മദ് ഇബ്രാഹിം, ഓപ്ഷൻ ഡി അഹമ്മദ് ലഹോറി. ഓപ്ഷൻ ബി ഒൽഹാസ് ബെക്തെനോവ്. അതിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഒൽഹാസ് ബെക്തെനോവ് ആണ് കസാഖിസ്ഥാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് കസാഖിസ്ഥാൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് കസാഖിസ്ഥാൻ്റെ
ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്ന് നോക്കുക. അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് നോക്കി വെക്കുന്നത് മാത്രം. ക്യാപിറ്റൽ അസ്താന, കറൻസി എന്ന് പറഞ്ഞാൽ ടെങ്. മൊത്തം 1.9 കോടി ജനങ്ങൾ ഈ കസാഖിസ്ഥാനിലുണ്ട്. റഷ്യ അതുപോലെ തന്നെ ഭാഷ ഉപയോഗിക്കുന്നതും കൂടി നോക്കാം. അപ്പോൾ കസാഖിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് അൽഹാസ് ബക്തനോവ് ആണ്. അസ്താനയാണ് അതിൻ്റെ ക്യാപിറ്റൽ. കറൻസി എന്ന് ചോദിച്ചാൽ തെങ്ക് 1. ഏതാണ്ട് 2 കോടി നോക്കുക. അതുപോലെ തന്നെ ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ, അതുപോലെ തന്നെ കസാഖിസ്ഥാൻ ഭാഷകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കാം. കായിക മന്ത്രി അനുരാഗ് താക്കൂർ ബിംസ്റ്റെക് അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി തമിഴ്നാടു, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തെലങ്കാന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി. അടുത്താണ്, ഏത് ഫുട്ബോൾ അസോസിയേഷനാണ് ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഹൈദരാബാദിൽ സംഘടിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തെലങ്കാന. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തെലങ്കാന. അടുത്തത് 2024 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റ് ജേതാവ്. 2024 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെൻറ്റ് ജേതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വി വാൻഡ്, ഓപ്ഷൻ ബി V4, ഓപ്ഷൻ സി VE, ഓപ്ഷൻ ഡി VV. അപ്പോൾ കറക്റ്റ് ആൻസർ VE. അടുത്തത് ചോദ്യം, സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം ഡാഷ് സ്റ്റേഡിയമായി പുനർനാമകരണം ചെയ്യാൻ ഒരുങ്ങുന്നു. അതായത് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ പേര്, അതായത് അതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിക്കും. ഓപ്ഷൻ എ നിരഞ്ജൻ ദേവ്, ഓപ്ഷൻ ബി നിരഞ്ജൻ കുമാർ, ഓപ്ഷൻ സി നിരഞ്ജൻ ഷാ, ഓപ്ഷൻ ഡി നിരഞ്ജൻ ദാസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നിരഞ്ജൻ ഷാ. അടുത്താണ്, സാഫ് വനിതാ അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണെന്നാണ്. ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ഈ ടൈറ്റിൽ നേടിയത്. ഒരുമിച്ചാണ് അവർ നേടിയത്. വേറൊന്നുമല്ല, ഫൈനലിൽ ഇവർ തമ്മിലാണ്. പക്ഷേ എങ്കിൽ ആർക്കും ഗോളില്ലാണ്ടല്ല, ഏതാണ്ട് 11 അങ്ങനെ രണ്ടും ജോയിൻ്റ്ലി ഡിക്ലെയർ ചെയ്യായിരുന്നു വിന്നേഴ്സായിട്ട്. ധാക്കയിൽ വെച്ചെത്താൻ നടന്നതെന്നും കൂടി നോക്കാം. അടുത്താണ്, CSKയുടെ ഔദ്യോഗിക സ്പോൺസറായിട്ട് തിരഞ്ഞെടുത്തത് എത്തിഹാദ് എയർവേസ് ആണ് നോക്കുക. CSK എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ്, എല്ലാവർക്കും അറിയാം. ചെന്നൈ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ് ടീം IPL സ്പോൺസറായിട്ട് എയർവേസിന് എത്തിയതെന്ന് നോക്കാം. ഈ എത്തിഹാദാണ് അത് ഒന്നും കൂടി നോക്കാം. എത്തിഹാദ് എയർവേസ് 2003 എസ്റ്റാബ്ലിഷ്, അബുദാബിയാണ് ആസ്ഥാനം. അതാണ്, ലക്ഷ്മി നാരായണ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ചോദ്യം. ഓപ്ഷൻ എ ബീന മോഡി, ഓപ്ഷൻ ബി നീത അംബാനി, ഓപ്ഷൻ സി റോഷ്നി നാടാർ, ഓപ്ഷൻ ഡി പ്യാരേലാൽ ശർമ്മ. അപ്പോൾ കറക്റ്റ് ആൻസർ പ്യാരേലാൽ ശർമ്മ. ലക്ഷ്മി നാരായണ ഇന്റർനാഷണൽ അവാർഡ് നേടിയ വ്യക്തി പ്യാരേലാൽ ശർമ്മ. അടുത്താണ്, ഡാഷിലെ സ്വിറ്റ്സർലാൻഡിലെ ജംഫ്രീവില്ല് ഐസ് പാലസിൽ വെച്ച് ആദരിച്ചിട്ടുണ്ട്. അത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നീത അംബാനി, ഓപ്ഷൻ ബി റോഷ്നി നാടാർ, ഓപ്ഷൻ സി നീരജ് ചോപ്ര, ഓപ്ഷൻ ഡി പ്യാരേലാൽ ശർമ്മ. ഓപ്ഷൻ സി നീരജ് ചോപ്ര തന്നെയാണ് അവിടെ വെച്ച് അനുമോദിച്ചത്. അടുത്താണ്, RBIൻ്റെ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് റിപ്പോ നിരക്ക് എത്രയെന്ന് ഇപ്പോഴത്തെ മാറ്റമൊന്നുമില്ല, 6.15 നോക്കുക. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്കുണ്ട്, റിപ്പോ നിരക്കുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്കുണ്ട്. റിപ്പോ 6.5ഉം റിവേഴ്സ് റിപ്പോ 3.35 ആണെന്ന് നോക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അപ്പോൾ റിപ്പോ നിരക്ക് 6.5ഉം അതിൻ്റെ പൈതിയാണെന്ന് നോക്കുക. അപ്പോൾ 3.25 അല്ലേ, അപ്പോൾ ഒരു 10 കൂടി കൂട്ടിയാൽ 3.35 എന്ത് റിവേഴ്സ് റിപ്പോ നിരക്ക്. അടുത്താണ്, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ഒരു നിരക്ക്, അത് 6.25 ആണ് നോക്കുക. അതേപോലെ തന്നെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി MSF എന്ന് പറയും, MSF അത് 6.25 നോക്കുക. അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് അതും 6.25 അതും നോക്കുക. പിന്നെ 4.5 നോക്കുക. SLR 18% നോക്കുക. അപ്പോൾ റിപ്പോ നിരക്ക് 6.5, 3.35 റിവേഴ്സ് റിപ്പോ നിരക്ക്. അതുപോലെ തന്നെ മാർജിനൽ സ്റ്റാൻഡിങ് ഫീയും ബാങ്ക് റേറ്റ് ഒന്നാണ്, 6.75. അതുപോലെ തന്നെ CRR 4.5, SLR 18%, പിന്നെ
സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 6.4. അടുത്താണ് വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു 2024. അതുപ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് ചോദിച്ചാൽ ബെർണാഡ് ഷായാണെന്ന് നോക്കാം. അതേ കമ്പനിയാണ് LVMH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷറി ബ്രാൻഡ് കമ്പനിയാണ്. ഫ്രഞ്ചുകാരനാണ്. മൊത്തം ആസ്തി അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ $207.6 ബില്യൺ. അപ്പോൾ ബെർണാഡ് അർണോൾഡാണ് ഒന്നാം സ്ഥാനത്ത്. റിച്ചസ്റ്റ് പേഴ്സണായിട്ട് കണക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂല്യം വെറുതെ എത്രയെന്ന് ചോദിച്ചാൽ ആസ്തി $207.6 ബില്യൺ. പറഞ്ഞ ബില്യൺ $, എന്നാണ്. ബില്യൺ $. അതിന് എഴുതിയതെന്ന് മാത്രം. ഫ്രഞ്ചുകാരനാണെന്ന് കൂടി നോക്കാം. രണ്ടാമതാണ് എല്ലാവരും അറിയാം ഇയോൺ മസ്ക്. ഇയോൺ മസ്കാര സ്പേസ് എക്സ്, ടെക്സ്ല, അതുപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞാൽ കുറേ ട്വിറ്റർ അതിൻ്റെയാണ്. മൂപ്പരുടെ ആസ്തി എന്ന് പറഞ്ഞാൽ 204.7 US. മൂന്നാമതാണ് എല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട ജെഫ് ബസോസ്, ആമസോണിൻ്റെ ആളാണ്. $3 ബില്യൺ ആണ്. നോക്കാം. അപ്പോൾ ഒന്നാമത് ബെർണാഡ് അർണോൾഡ്, രണ്ടാമത് ഇയോൺ മസ്ക്, മൂന്നാമത്തെ ജെഫ് ബസോസ്. ഈ റാങ്കിങ് അതായത് ഈ വേൾഡ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1987 കൂടി ഒന്ന് നോക്കാം. അടുത്താണ് 6 ബാങ്കുകളുടെ ഓഹരി ഏറ്റെടുക്കലിന് RBI അംഗീകാരം നൽകി. അത് ഏത് ബാങ്കിനാണെന്ന് ചോദിച്ചാൽ HDFC ബാങ്കിനാണെന്ന് നോക്കാം. ഓക്കെ, HDFC ബാങ്കിന്. അതുപോലെ തന്നെ RBI ഈ അടുത്തൊരു അനുവാദം നൽകിയിരുന്നു, ഒരു അഗ്രഗേറ്റ് ലൈസൻസ് ആയിട്ട്. അത് ആർക്കൊക്കെ കൊടുത്തെന്ന് ചോദിച്ചാൽ ഒന്ന് ജസ്പേ, അതുപോലെ തന്നെ ഒന്ന് സോഹോ, പിന്നെ ഡിസെൻട്രോ. അപ്പോൾ ജസ്പേ, സോഹോ, ഡിസെൻട്രോ, ജസ്പേ, അതുപോലെ തന്നെ സോഹോ, ഡിസെൻട്രോ, ഇങ്ങനെ 3 പേർക്കാണ് അഗ്രിഗേറ്റർ ലൈസൻസ് RBI കൊടുക്കുക. അടുത്താണ് കറപ്ഷൻ ഇൻഡെക്സ് റിപ്പോർട്ട്, അതായത് അഴിമതി. അതിനെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഴിമതിൻ്റെ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ സൊമാലിയ എന്ന് വായിക്കുക. 11 പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ വെനിസുല, മൂന്നാമത്തെ സിറിയ. സൊമാലിയ, രണ്ടാമത്തെ വെനിസുല, മൂന്നാമത്തെ സിറിയ ആണെന്ന് നോക്കാം. ഈ റിപ്പോർട്ടിൽ ഇന്ത്യൻ റാങ്ക് എന്ന് പറഞ്ഞാൽ 93ആണ്. മൊത്തം 39 പോയിൻ്റാണ് നേടിയത്. അപ്പോൾ ഏറ്റവും അഴിമതി ഒന്ന് സിറിയ, ഒന്ന് സൊമാലിയ 11 പോയിൻ്റ്, 2 വെനിസുല, 3 സിറിയ. ഇന്ത്യൻ്റെ 93ആണെന്നും കൂടി നോക്കാം. മാത്രമല്ല ഈ 93 ഒരു പ്രത്യേകത ഉണ്ട്, ആവും. എന്നാൽ ഏറ്റവും കറപ്ഷൻ ഉള്ള രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് ആണെന്ന് നോക്കാം. ഡെൻമാർക്ക്, ഫിൻലാൻഡ്. ഇനി ഇത് എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത് നോക്കിയാൽ 0 to 100 വരെയുള്ള സ്കെയിലാണ് ഇത് റാങ്ക് ചെയ്യുന്നത്. 0 അതായത് 1 എന്ന് പറയുന്നത് ഹൈ ആണ്. ഇനി 100 എന്ന് പറയുന്നത് അഴിമതി എന്നാണ്. അപ്പോൾ ഏറ്റവും താഴെ അതായത് അഴിമതി ഇല്ലാത്ത രാജ്യങ്ങളിലെ വരുന്നതാണ് ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ്. ഏറ്റവും അഴിമതിയുള്ളത് സൊമാലിയ, വെനിസുല, അതുപോലെ തന്നെ സിറിയ. ഇന്ത്യ 93 റാങ്കിലാണെന്ന് നോക്കാം. അടുത്താണ് രാജ്നാഥ് സിംഗിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ബിസിനസ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ബീന കണ്ണൻ, ഓപ്ഷൻ ബി ബീന മോഡി, ഓപ്ഷൻ സി നീത അംബാനി, ഓപ്ഷൻ ഡി റോഷ്നി നാടാർ. ആൻസർ ബീന മോഡി. അടുത്താണ് വേൾഡ്സ് ലാർജസ്റ്റ് എംപ്ലോയർ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ആരാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ സാംസങ് ഇലക്ട്രോണിക്സ്. എല്ലാവർക്കും അറിയാം സൗത്ത് കൊറിയയിലെ ആസ്ഥാനമായിട്ടുള്ള ഏതാണ്ട് 2,70,372, അതായത് 270-372 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, 4 ആപ്പിൾ. സ്മ എന്ന് വായിക്കാം. 1 സാംസങ്, 2 മൈക്രോസോഫ്റ്റ്, 3 ആൽഫബറ്റ്, ആപ്പിൾ. 1 സാംസങ്, 2 മൈക്രോസോഫ്റ്റ്, 3 ആൽഫബറ്റ്, 4 ആപ്പിൾ. അടുത്താണ് 2024 അസറ്റ് AAA അവാർഡ്, മികച്ച ഗ്രീൻ ബോണ്ട് കോർപ്പറേറ്റ് അവാർഡ് ഏത് കമ്പനിക്കാണ് ലഭിച്ചത്? അസറ്റ് AAA അവാർഡിൽ മികച്ച ഗ്രീൻ ബോണ്ട് കോർപ്പറേറ്റ് അവാർഡ് നേടിയത് കമ്പനി ഏതാണെന്ന് ചോദിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ REC. REC പറ്റി നമുക്കൊന്ന് നോക്കാം. REC എന്ന് പറഞ്ഞാൽ മുമ്പ് ഇതിൻ്റെ പേരെന്തായിരുന്നു ചോദിച്ചാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ
ലിമിറ്റഡ്, അതായിരുന്നു പേര്. ഇപ്പോൾ അതിൻ്റെ ചുരുക്കിയിട്ട് REC എന്ന് ആക്കി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969 ജൂലൈ 25. 1969 ജൂലൈ 25 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതൊരു മഹാരത്ന കമ്പനിയാണെന്ന് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കമ്പനി ലിമിറ്റഡ് 1969 ജൂലൈ 25 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡൽഹിയാണ് ആസ്ഥാനം. മഹാരത്ന കമ്പനിയാണെന്ന് കൂടി നോക്കാം. ചില കമ്പനികൾക്ക് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറ്റസിലാണ് മഹാരത്ന കമ്പനി. അപ്പോൾ ആ നേടിയിട്ടുള്ള ഈ REC എന്നാണ്. അടുത്തത് വേൾഡ്സ് ബിസിയസ്റ്റ് എയർപോർട്ട്, ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ട് ആണെന്ന് നോക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ എയർപോർട്ട്, ATL അറ്റ്ലാന്റ എയർപോർട്ട്. ഏതാണ്ട് 84.6 മില്യൺ ആൾക്കാരാണ് ഇത് കൂടെ യാത്ര ചെയ്യുന്നത്. രണ്ടാമത്തെ ആണ് ദുബായ്, മൂന്നാമത്തെ ഹനേട്ട അറ്റ്ലാന്റ. അപ്പോൾ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റ എയർപോർട്ടാണ്, അതായത് ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ എയർപോർട്ട്, അതായത് അറ്റ്ലാന്റ എയർപോർട്ട്. രണ്ടാമത്തെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. മൂന്നാമത്തെയാണ് ജപ്പാന്റെ ഹനിയ എയർപോർട്ട്. ഇനി ഇതിൽ ഈ ഇന്ത്യയിൽ നിന്നും ഉള്ളതാണ് ബിസിയസ്റ്റ് എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ്, ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്നും കൂടി നോക്കാം. അടുത്താണ് വേൾഡ്സ് വാല്യുബിൾ ഫുട്ബോൾ ടീം, ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ഫുട്ബോൾ ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്, 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 3 ബാർസലോണ. 1 റയൽ മാഡ്രിഡ്, 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, 3 ബാർസലോണ. അടുത്താണ് ശ്രീലങ്കയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ കളിക്കാരൻ. 1 A പതം നിസംഗ, B സനത് ജയസൂര്യ, C ജയവർദ്ധന, D ആഞ്ചലോസ് മരു. കറക്റ്റ് ആൻസർ പതം നിസംഗ. അടുത്താണ് വേൾഡ്സ് മോസ്റ്റ് കൺജസ്റ്റഡ് സിറ്റി, ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റി ഏതാണ് ചോദ്യം. ഒന്നാം സ്ഥാനം ലണ്ടൻ, 3 ബാർസലോണ. അപ്പോൾ നമ്മൾ ഏറ്റവും മൂല്യമുള്ള ഫുട്ബോൾ ടീം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ബാർസലോണ നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാം സ്ഥാനത്ത് സെയിം. അപ്പോൾ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ട് സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ബാർസലോണ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 1 2 ഡബ്ലിൻ 3 ബാർസലോണ, ലണ്ടൻ ഡബ്ലിൻ ബാർസലോണ. ഇനി അതിൽ ഇന്ത്യൻ എന്നുള്ള 2 സിറ്റിയും കൂടിയുണ്ട്, അത് 6ാം സ്ഥാനത്താണ്. 1 ബാംഗ്ലൂർ, 2ാം സ്ഥാനത്ത് പൂനെ. അപ്പോൾ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ 1 ലണ്ടൻ, 2 ഡബ്ലിൻ, പിന്നെ 3 ബാർസലോണ. ഇന്ത്യയിൽ നിന്നുള്ളതാണ് 1 ബാംഗ്ലൂർ, അത് 6ാം സ്ഥാനത്താണ്, 2ാം സ്ഥാനത്താണെന്ന് കൂടി നോക്കാം. വിച്ച് കൺഷ്യസ് വിസ റിക്വയർമെൻറ്റ് ഫോർ ഇന്ത്യൻ ടൂറിസ്റ്റ് ഫ്രം ഫെബ്രുവരി 2024 ഓൺവേർഡ്സ്. 2024 ഫെബ്രുവരി 4 മുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കുള്ള വിസ ആവശ്യകതകൾ നിർത്തലാക്കുന്ന ഏത് രാജ്യമാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ സുഡാൻ, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി ഇറാൻ, ഓപ്ഷൻ ഡി US. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇറാൻ. ഇറാനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ആസ്ഥാനം ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ടെഹ്റാനാണെന്ന് നോക്കാം. ഏതാണ്ട് 8.7 കോടി ജനങ്ങൾ ഇറാനിലുണ്ട്. പേർഷ്യൻ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഇബ്രാഹിം റൈസിയാണ് നോക്കുക. നമ്മൾ പറഞ്ഞു ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാനാണ്. പേർഷ്യൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇബ്രാഹിം റൈസിയാണ്. അതിൻ്റെ ഏതാണ്ട് 9 കോടി ജനങ്ങൾ, അതായത് 8.7 കോടി ജനങ്ങൾ ഇറാനിലുണ്ട്. അടുത്താണ് ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് എൽ സാൽവദോർ. എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന ചോദ്യം. ഓപ്ഷൻ എ അഹമ്മദ് അവദ് ബിൻ മുബാറക്, ഓപ്ഷൻ മുഹമ്മദ് ബിൻ സൽമാൻ, ഓപ്ഷൻ സി അഹമ്മദ് ഇബ്രാഹിം, ഓപ്ഷൻ ഡി നയീബ് ബുക്കാലെ. ചിത്രം തന്നെ ഇവിടെ കണ്ടു, ഫോട്ടോ. ഓപ്ഷൻ ഡി നയീബ് ബുക്കാലെയാണ് എൽ സാൽവദോറിൻ്റെ പ്രസിഡന്റ്. എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യം എന്താ നമ്മുടെ സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അടുത്ത് കണ്ട ഗുട്ടിമലയുണ്ട്, അതുപോലെ തന്നെ ഹോൺഡ്രാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് നോക്കാം. സാൽവദോർ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി. ആസ്ഥാനം സാൻ സാൽവദോർ തന്നെയാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ US ഡോളർ, അമേരിക്കൻ ഡോളറും ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം ഏതാണെന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ബിറ്റ്കോയിൻ അംഗീകരിച്ച രാജ്യം എൽ സാൽവദോർ, അല്ലെങ്കിൽ അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് എൽ സാൽവദോർ. 63 ലക്ഷം ആൾക്കാരുണ്ട്. സ്പാനിഷ് ഭാഷയാണ്, സെൻട്രൽ അമേരിക്കൻ നാഷനാണ് കൂടി നോക്കുക. സോ എൽ സാൽവദോർ സെൻട്രൽ അമേരിക്കൻ രാജ്യമാണ്. അതുപോലെ തന്നെ സാൻ സാൽവദോർ ആണ് തലസ്ഥാനം.
അതുപോലെ തന്നെ $, ബിറ്റ് കോയിൻ ഉണ്ട്. സ്പാനിഷ് ഭാഷയാണ്. ഏതാണ്ട് 63 ലക്ഷം ആൾക്കാരും ഇവിടെ ഉണ്ട്. അടുത്താണ് അണ്ടർ വാട്ടർ കാന്യോൺ റീസെൻ്റ്ലി ഡിസ്കവർഡ് ബൈ ഇസ്രായേലി സയൻറ്റിസ്റ്റ് ഇൻ വിച്ച് കൺട്രി. ഒരു അണ്ടർ വാട്ടർ കാന്യോൺ, അരുവിയോ പോലെ അത് ഒരു രാജ്യത്ത് ഇസ്രായേലി സയൻറ്റിസ്റ്റ് കണ്ടെത്തി. അത് ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാമറൂൺ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ഇസ്രായേൽ, ഓപ്ഷൻ ഡി സൈപ്രസ്. സോ ദ കറക്റ്റ് ആൻസർ സൈപ്രസ്. ഇനി ഇതിൻ്റെ ഈ സൈപ്രസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. സൈപ്രസിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ഇതാണ് ഇസ്രായേൽ കേട്ടോ. ഇത് ഇസ്രായേൽ. അതിൻ്റെ തൊട്ടടുത്താണ് ജോർദാൻ, ലെബണൻ. അതിൻ്റെ തൊട്ട് മുകളിലോട്ട് അതിൻ്റെ തലസ്ഥാനമാണ് ഏത് ബെയ്റൂട്ട്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റലാണ് ഏത് ജെറുസലേം. ഈ മെഡിറ്ററേനിയൻ സീയിൽ കടന്നതാണ് ഏത് ഈ സൈപ്രസിലുള്ള ഈ രാജ്യം. അപ്പോൾ ഈ സൈപ്രസിൻ്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തലസ്ഥാനം നിക്കോഷ്യാണ്. യൂറോ കറൻസിയാണ്. ഇത് മൊത്തം 12.4 ലക്ഷം ആൾക്കാരുണ്ട്. ഗ്രീക്കും ടർക്കിഷും ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ടർക്കി ഈ ഭാഗത്ത് അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റോഡലൈസ് ആണ്. ഒന്നും കൂടി നോക്കാം. അപ്പോൾ യൂറോണ് കറൻസി, 12.4 ലക്ഷം ആൾക്കാരുണ്ട്. ടർക്കിഷ് ഭാഷയുണ്ട്, ഗ്രീക്ക് ഭാഷയുണ്ട്, നിക്കോഷ്യാണ് ക്യാപിറ്റൽ. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നിക്കോസ് ക്രിസ്റ്റോലൈറ്റ്സ് ആണെന്നും കൂടി നോക്കാം. ഇതിൻ്റെ പേര് അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്തല്ല, അപ്പോൾ ആലോചിക്കുക. നിക്കോസ് ക്രൈസ്റ്റലൈറ്റ്സ് ആണ് സൈപ്രസിൻ്റെ പ്രസിഡന്റ്. അടുത്ത് ഇസ്രായേലിനെ നമുക്ക് നോക്കാം. ഇസ്രായേൽ നമ്മൾ ഏതായാലും, കാരണം ഇസ്രായേലി സയൻറ്റിസ്റ്റ് ആണല്ലോ ഇത് ഡിസ്കവർ ചെയ്തതെന്ന് പറയാം. അതിനെ പറ്റി നോക്കാം. ആസ്ഥാനം ജെറുസലേമാണ്. ഇവരെ ഹെബ്രു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 93 ലക്ഷം ഇസ്രായേലിൽ മൊത്തം. പിന്നെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഐസക് ഹെർസോഗ് ആണ്. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1948 മെയ് 14 കൂടി നോക്കാം. സോ ഇസ്രായേൽ ആസ്ഥാനം ജെറുസലേമാണ്. ഹെബ്രു ആണ് ഭാഷ. പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഐസക് ഹെർസോഗ്. എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 1948 മെയ് 14. മൊത്തം ജനസംഖ്യ 93 ലക്ഷം ഉണ്ടെന്ന് നോക്കാം. അടുത്താണ് ഹു ഈസ് ദ ന്യൂ ADB ഡയറക്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ADB ഡയറക്ടർ ആരാന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ തക്യോ കൊനിഷി, ഓപ്ഷൻ ബി മിയോ ഒക്ക, ഓപ്ഷൻ സി മിയാനോ, ഓപ്ഷൻ ഡി റിയോ ജാക്കു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി മിയോ ഒക്ക. അടുത്താണ് കുറച്ച് റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ്. ഗുവാഹത്തിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻ്റ് ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് വിജയ് ബിഷ്ണോയെ നോക്കാം. അതുപോലെ തന്നെ ഡിജിറ്റലിൻ്റെ MD ആൻഡ് CEO ആയിട്ട് നവീൻ തഹില്യാനിയാണ് നോക്കാം. അതുപോലെ ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ്, ഇത് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതിൻ്റെ MD ആൻഡ് CEO ആയിട്ട് ആരെയാണ് വെങ്കടാചലം എച്ചിനെയാണ് അപ്പോയിൻ്റ് ചെയ്തതെന്ന് നോക്കാം. അടുത്താണ് NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഇന്ത്യൻ്റെ ചെയർമാൻ, അതായത് നോൺ എക്സിക്യൂട്ടീവ് ആണ്. അതിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ നോക്കാം. അതുപോലെ തന്നെ ഫിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, ആ ഫിറ്റ് ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ അംബാസഡർ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്ര കുമാർ യാദവ് ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ LIC ഫണ്ടിൻ്റെ MD ആൻഡ് CEO ആരാന്ന് ചോദിച്ചാൽ രവി കുമാർ ജ. അപ്പോൾ ഗുവാഹത്തി ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് വിജയ് ബിഷ്ണോയ്. ടാറ്റ ഡിജിറ്റൽ MD ആൻഡ് CEO ആരാന്ന് ചോദിച്ചാൽ നവീൻ താഹില്യാനി. അറ്റ്ലീസ്റ്റ് പേര് തുടക്കമെങ്കിലും ഓർത്ത് നോക്കുക, നവീൻ. ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസിൻ്റെ ആണെങ്കിൽ വെങ്കടാചലാണ്. NPCI അജയ് ചൗധരി. ഫിറ്റ് ഇന്ത്യൻ്റെ ആണെങ്കിൽ നരേന്ദ്രകുമാർ. LIC മ്യൂച്വൽ ഫണ്ടിൻ്റെ MD ആൻഡ് CEO ആരാണെന്ന് ചോദിച്ചാൽ കുമാർ ജ ആണെന്ന് കൂടി നോക്കാം. അടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ് സ്മോൾ അനിമൽ ഹോസ്പിറ്റൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ ചെറിയ മൃഗാശുപത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ മുംബൈ. ഇന്ത്യയിലത്തെ ആദ്യത്തെ ചെറിയ മൃഗാശുപത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കണ്ടേ? ടാറ്റ ട്രസ്റ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കുക. ഇനി ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആരാന്ന് നോക്കണ്ടേ? ഇത് ചെയർമാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ചെയർമാനാണ്.
എൻ രത്തൻ ടാറ്റ, എല്ലാവർക്കും അറിയാം. രത്തൻ ടാറ്റ ആണ് ഈ ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാൻ. അതിൽ CEO ആരാന്ന് ചോദിച്ചാൽ സിദ്ധാർത്ഥ് ശാന്തി നോക്കാം. അടുത്താണ് വിവിധ ക അമൃത് മഹോത്സവ് ഇസ് ഇനോഗ്രേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി. ഓക്കെ, അപ്പോൾ ഈ വിവിധ ക അമൃത് മഹോത്സവ് ഇനോഗ്രേറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുള്ള ദ്രൗപദി മുർമുവാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. രാഷ്ട്രപതി ഇനോഗ്രേറ്റ് ചെയ്തതും കൂടി. അടുത്താണ് ഹു ഈസ് ന്യൂ ആർമി വൈസ് ചീഫ്. നമ്മൾ അതായത് പാർട്ട് 1 കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുതിയ ആർമി വൈസ് ചീഫായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ആരാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉപേന്ദ്ര ദ്വിവേദി, ഓപ്ഷൻ ബി രാജേഷ് സക്സേന, ഓപ്ഷൻ സി MV സുചീന്ദ്ര കുമാർ, ഓപ്ഷൻ ഡി LV രവീന്ദ്രൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഉപേന്ദ്ര ദ്വിവേദി. അടുത്താണ് പുതിയൊരു ബില്ല് ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കി. ആ നിയമത്തെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ പേരാണ് ദ പബ്ലിക് എക്സാമിനേഷൻ. ഓക്കെ, പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പൊതു പരീക്ഷ നമ്മൾ അറിയുമ്പോൾ അതിന് ഈ ചില കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. പറയാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. 2024 കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇപ്പോൾ പിരിച്ചു നിർത്തിയല്ലോ. അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് ഇവർ പാസ്സാക്കിയ ബില്ലാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫെബ്രുവരി 5-നാണ്. ഓക്കെ, ലോക്സഭയിലാണ് കൊണ്ടുവന്ന് നോക്കാം. ലോക്സഭയിലാണ് ഈ ബില്ല് കൊണ്ടുവന്നത് ഫെബ്രുവരി 5-ന്. ഫെബ്രുവരി 6-ാം തീയതി തൊട്ടടുത്ത ദിവസം ലോക്സഭ അത് പാസ്. രാജ്യസഭ ഫെബ്രുവരി 9-ന് ഇത് പാസ്. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിനേഷനിൽ പൊതു പരീക്ഷകളിൽ ഈ കോപ്പിയടി പോലുള്ള അങ്ങനെയുള്ള കള്ളക്കളികൾ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബില്ലാണ് ഈ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ കൊണ്ടുവന്നത്. ഇത് ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫെബ്രുവരി 5-നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫെബ്രുവരി 6-ാം തീയതി ലോക്സഭ പാസ്സാക്കി. ഫെബ്രുവരി 5-ന് രാജ്യസഭയും പാസ്സാക്കി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് അതിലുള്ള പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. അതായത് ഇതിൽ കോപ്പി ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 തൊട്ട് 5 വർഷം വരെ അയാൾക്ക് തടവ് കിട്ടുക, പ്ലസ് 10 ലക്ഷം വരെയുള്ള ഫൈൻ. ഇത് രണ്ടുമാണ് ഇതിൽ അവർ പറയുന്ന നിയമം. അതുപോലെ തന്നെ ഒഫൻസ് ചെയ്യുന്നത് ഒരു സർവീസ് പ്രൊവൈഡറാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനമാണ്, അതായത് നടത്തുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 1 കോടി വരെയുള്ള ഫൈൻ പ്ലസ് 4 കൊല്ലം ഡിബാറും അവർക്ക് കൊടുക്കും. ഇനി ഈ നടത്തുന്നത് ഒരു കൺസെൻറ്റ് ചെയർമാന് അങ്ങനെയുള്ളവരൊക്കെ ചേർന്നിട്ടാണ് 3 വർഷം വരെ തടവും 1 കോടി രൂപയുള്ള പിഴയും അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ലോക്സഭയിൽ ഫെബ്രുവരി 5-ാം തീയതി കൊണ്ടുവന്നു. ഓക്കെ, ഫെബ്രുവരി 6-ാം തീയതി ലോക്സഭ പാസ്സാക്കുന്നു. ഫെബ്രുവരി 9-ാം തീയതി രാജ്യസഭ പാസ്സാക്കുന്നു. പോയിന്റ് എന്താണ്? 1, സ്റ്റുഡൻസ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ 3 തൊട്ട് 5 വർഷം വരെയുള്ള തടവും 10 ലക്ഷം. ഇനി ഒരു സ്ഥാപനം, ആ നടത്തുന്ന സ്ഥാപനമാണ് ചെയ്യുന്നത്, 1 കോടി വരെയുള്ള ഫൈനും പ്ലസ് 4 വർഷം തടവും, ഡിബാറും. ഇനി അത് നടത്തുന്നത് ഒരു കൺസെൻറ്റോട് കൂടിയാണെങ്കിലോ അവർക്ക് 3 തൊട്ട് 10 വർഷം വരെയുള്ള തടവും 1 കോടി രൂപയുള്ള ഫൈനും. ഇനി ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണെങ്കിൽ, ഇതൊരു കൂട്ടുള്ളൊരു കളിയാണ്, കള്ളത്തരാണെങ്കിൽ അവർക്ക് 5 തൊട്ട് 10 വർഷമുള്ള തടവും 1 കോടി രൂപയും കിട്ടും. ഇനി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ സീസ് ചെയ്തു പോകും. ഇങ്ങനെ കേസ്, അതായത് ഇപ്പോൾ കോപ്പിയടിയൊക്കെ ഉണ്ടായാൽ ഇത് പോലീസിനെ ഇൻഫോം ചെയ്യണം. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാം അതോറിറ്റി ഉണ്ട്. ഈ എക്സാം അതോറിറ്റീൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഈ കാൻഡിഡേറ്റ് എക്സാം അങ്ങനെ ഒരു പോളിസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നേച്ചർ ഓഫ് ഒഫൻസ്. അതായത് ഇതിലെ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഓക്കെ, കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഇല്ലാണ്ട് തന്നെ ജാമ്യമൊന്നും കിട്ടില്ല. ഓക്കെ, കോഗ്നൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിളും കൂടിയാണ്. ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DYSP കുറയാത്ത ഒരാളായിരിക്കണം. DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം, അല്ലെങ്കിലോ ACP ആയിരിക്കണം.
അപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മെയിൻ മിൽ കൊണ്ടുവന്ന് ഫെബ്രുവരി 5-നാണ് കൊണ്ടുവന്ന് ഫെബ്രുവരി 6-ാം തീയതി പാസ്സായി. രാജ്യസഭ ഫെബ്രുവരി 9-ന്. ഇനി കോപ്പി അടിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 തൊട്ട് 5 വർഷമുള്ള തടവും 10 ലക്ഷം. ഇനി ഒരു സ്ഥാപനമാണെങ്കിലോ ആ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 1 കോടിയുള്ള ഫൈനും 4 വർഷ ഡീബാർമെൻറ്റും കിട്ടും. ഇനി അത് കൺസെൻറ്റോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ 3 തൊട്ട് 10 വർഷമുള്ള തടവും പ്ലസ് 1 കോടി രൂപയുടെ ഫൈനും. ഇനി ഓർഗനൈസ്ഡ് ക്രൈം ആണെങ്കിൽ 5 തൊട്ട് 10 വർഷം പ്ലസ് ഫൈന് 1 കോടി. ഇനി അങ്ങനെ വരുന്നവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഇതൊരു കോഗ്നൈസബിൾ കേസാണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോണ്ടോമബിൾ ആണ്. ഇത് അന്വേഷിക്കാൻ പറയാത്ത റാങ്ക് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ DSP അല്ലെങ്കിൽ ACP അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസോ ആണ് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. ഇതാണ് ദ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. അടുത്താണ് RBIയുടെ എത്രാമത്തെ ഗവർണറാണ് ശക്തികാന്ത് ദാസ്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 26. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കമൻറ്റ് ഇടുക, ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 2, ഫെബ്രുവരി 6 തൊട്ട് 10 വരെയുള്ളതിൻ്റെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ, എന്നാലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ബെൽ ബട്ടണും എനാബിൾ ചെയ്ത് വെക്കുക, എന്നാലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ്സ് എങ്ങനെയുണ്ട് ഈ വീഡിയോനെ പറ്റി എന്നുള്ളതും, അതുപോലെ തന്നെ ഇനി ഏതൊക്കെ തരത്തിലുള്ള രീതിയിൽ മാറ്റം വരുത്തണമെന്നും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു, ബൈ.